നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടിട്ട് അവൻ സ്വലാത്തു പറഞ്ഞില്ല എങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാന്റെ ശാപം വാങ്ങി വെക്കരുത്. നബിയുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് പറയണം. റബീഉൽ അവ്വൽ മാസം കൂടെയാണ്. അള്ളാഹു നമുക്ക് അവിടുത്തെ സ്നേഹം അള്ളാഹു മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കും. നബിയെ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ആഗ്രഹമുണ്ട്. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കണം, അരക്കൈയൊന്നും വേണ്ട. പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓനെ ഞാൻ കാണട്ടെ. ഞാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ മനുഷ്യന്മാരെ? നബിയെ സ്വപ്നം കാണണോ? പറ, നിന്റെ നാവ് കൊണ്ട് പറ. കാണണം. അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് കാണാം. ഖബറിന്റെ അകത്തും കാണാം, പരലോകത്തും കാണാം, സ്വർഗത്തിലും കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഇതിലെ വെടികൊണ്ടതുപോലെ ഇരിക്കും. പറ, ഓതിക്കൂടെ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ പോരാ, ഉറക്കെ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഓതിയ ഒരു സൂറത്തിന്റെ അർത്ഥം മാത്രം പറയാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നസ്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فصبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ് പ്രവാചകന്റെ കൈകാലുകൾ വിറയ്ക്കുന്ന രീതിയിൽ വല്ലാതെ കരഞ്ഞുപോയി. എന്താ പറഞ്ഞെന്നറിയോ? ആ സൂറത്തിന്റെ ഉള്ളടക്കം അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നബിയെ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നബിയെ, മടങ്ങി പോകാൻ തയ്യാറെടുക്ക്. നബിയെ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങി പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്ക്. ഇബാദത്തുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ സൂറത്ത് അവിടെ വന്ന് ഓതിക്കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുശേഷം ഇബാദത്തുകൾ അധികരിപ്പിച്ചു. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നു, കാലിന് നീര് കെട്ടുന്ന രീതിയിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ ഇങ്ങനെ നിസ്കരിക്കണേ? നിങ്ങളല്ലേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന വ്യക്തി, അങ്ങ് ചെയ്യുന്ന എല്ലാ പാപങ്ങളും പുറത്തതല്ലേ, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫല അകൂന അബ്ദൻ ഷകൂറ, അള്ളാഹുവിനെ നന്ദിയുള്ള അടിമയാകണ്ടേ. തങ്ങന്മാരെ മുസാഫഹത്ത് ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ഉപദ്രവിച്ച അവർക്ക് ബുദ്ധിമുട്ടാക്കിയ ആ പാവം കൂടെ വെക്കേണ്ടി വരും. അള്ളാഹു സയ്യിദ് അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി തന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഒരുമിച്ച് കൂടിയ നിങ്ങളോട് എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. പാപ്പ, പോകാൻ സമയമായില്ലേ, ഒരുങ്ങിക്കൂടെ? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്,
ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങി പോകേണ്ടവരാ. എത്ര ആഘോഷിച്ചാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ആരൊക്കെ നിന്റെ കൂടെയുണ്ടെങ്കിലും അള്ളാന്റെ ഖുർആനിലെ ഒരു വലിയ ഭീഷണിയുടെ സ്വരത്തിൽ അള്ളാഹു പറഞ്ഞ ഒരായത്ത, മോനെ നീ എവിടെ പോയാലും അവസാനം എൻ്റെ മുന്നിലേക്ക് തന്നെ മടങ്ങി വരേണ്ടവനാ. ഈ ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് നീ കടന്നുപോയാലും എടാ, ഒരു ദിവസം നീ പള്ളിക്കാട്ടി വരുവടാ. നാളെ പരലോകത്ത് എൻ്റെ മുന്നിൽ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ ചെയ്തതിനെ കുറിച്ച് ഞാൻ എണ്ണി ചോദിക്കുമെന്ന് അള്ളാഹു പറയുമ്പോൾ ഇത് നമുക്കെല്ലാവർക്കും വിശ്വാസമാണ്. ആർക്കും ഇതിൽ എതിർപ്പില്ല. മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വാപ്പ പോയി, ഉമ്മ പോയി, കൂടപ്പിറപ്പുകൾ പോയി, കുടുംബക്കാര് പോയി, പലരുടെയും ജനാസ കൊണ്ട് കബറടക്കി. നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ഒരു ദിവസം പോകുമെന്ന്. അള്ളാഹു നമ്മുടെ അവസാന യാത്ര നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാന യാത്ര നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, അത് പ്രവാചകനോടുള്ള മഹബത്ത് പുതുക്കുവാനുള്ള ഒരു മാസമാണ്. കേവലം 12 ദിവസം കൊണ്ട് ഒതുക്കി തീർക്കാനുള്ളതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് പടച്ചവനെ കാണുന്നത്? എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്? മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, ഞങ്ങളല്ലേ നബിയെ അങ്ങയുടെ സഹോദരങ്ങൾ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങളല്ല, എനിക്ക് ചില കൂടപ്പിറപ്പുകളുണ്ട്, അവര് നിങ്ങളല്ല, നിങ്ങൾ എൻ്റെ അനുയായി, എൻ്റെ സഹാബികളാ, എൻ്റെ അനുചരന്മാരാ. എൻ്റെ സഹോദരങ്ങൾ ആരെന്നറിയോ? അവരെ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങ് കാത്തിരിക്കുന്ന കൂടപ്പിറപ്പുകളാരാ? അവിടെന്ന് പറഞ്ഞു, അത് വരാനിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, എൻ്റെ സമുദായത്തിൽ വരാനിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലെങ്കിലും, അവന്റെ ഉപ്പയേക്കാൾ, അവന്റെ ഉമ്മയേക്കാൾ, അവന്റെ ഭാര്യയേക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ സർവ്വതിനേക്കാളും, അവന്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം കടന്നു വരും. അവരാണ് എൻ്റെ കൂടപ്പിറപ്പെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂടപ്പിറപ്പുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പാസ് തന്നിട്ട് പ്രവാചകന്റെ അതിഥികളായിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന കൂടപ്പിറപ്പുകളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സ് നിനക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സദസ്സ. പ്രവാചകന്റെ കൂടപ്പിറപ്പുകളിൽ നിന്റെ പേരുണ്ടോ ഇല്ലേ? ചോദിച്ചാ പറയും, ഉസ്താദേ, എൻ്റെ കരളിന്റെ കഷ്ടമാ മുത്തുനബി. എല്ലാരും പറയും വലിയ സ്നേഹവാ. പ്രവാചകനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളും പറയും, അല്ലോ വലിയ ഇഷ്ടവാ. നാവിലെ ഇഷ്ടം, അത്രേ ഉള്ളൂ. വെറും നാവ് കൊണ്ട് പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു, എന്ന ഹൃദയത്തിലുണ്ടോ? അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് 4 ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന് 4 സ്വഭാവമുണ്ടാകും, അവന് 4 ഗുണങ്ങളുണ്ടാകും. അള്ളാഹു ആ ഗുണങ്ങൾ എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ഗുണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവൻ എൻ്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റും. പ്രവാചകന്റെ ജീവിതം നിങ്ങളിൽ ആരെങ്കിലും പിൻപറ്റുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് നബിയോട് സ്നേഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മളിൽ ആർക്കാ മനുഷ്യന്മാരെ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണ എത്ര പേരാളെ?
പ്രവാചകന്റെ ജീവിതം മുഴുവനും സുന്നത്താണല്ലോ നമുക്ക് പിൻപറ്റൽ. ആ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റുന്ന എത്ര പേരാ ഉള്ളത്? നമ്മൾ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാൽ പറയൂ, ഉസ്താദെ സുന്നത്തിന്റെ മസല എന്താ? ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ മസല പറയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന എത്ര പേരാ ഉള്ളത്? ചെയ്യുന്നില്ല എന്ന് ഞാൻ നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല, നമ്മൾ ചെയ്യുന്നവരാ. പക്ഷെ നിത്യമായി ചെയ്യുന്ന ഏതാ ഉള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ആരെങ്കിലും ജീവിതത്തിൽ പിൻപറ്റിയാൽ അവൻ നാളെ പ്രവാചകന്റെ അതിഥിയായി സ്വർഗത്തിൽ കടക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലത്തോളം ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പരമനുഷ്യന്മാരെ ചെയ്തൂടെ? താല്പര്യമുള്ളവർ കൈവക്ക്. ഒരു സുന്നത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിട്ടേക്കാം. കൈവക്കാത്തവൻ കുറച്ച് കഴിയുമ്പോൾ കരയും. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അല്ലാഹ് തരുന്ന ശിക്ഷ ഞാൻ പറയും. അപ്പൊ നീ കൈവക്കാത്തത് ഓർത്തിട്ട് കരയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ താല്പര്യമുള്ളവർ കൈവക്കിക്കേ. താത്തമാരൊക്കെ അൽഹംദുലില്ലാഹ് ഏത് സുന്നത്ത് ചെയ്യും? ഇപ്പൊ സുന്നത്തിന്റെ വിഷയത്തിൽ വലിയ ചർച്ചകളാണല്ലോ. പല പല സംഘടനകൾ, എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പൊ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സുന്നത്ത് ഞാൻ പറയാം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തല്ലേ? നിങ്ങൾ പറ അല്ലേ? എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു തുടങ്ങുന്നത് സുന്നത്താണോ അല്ലേ? പറ ആണോ? ആണ്. ചെയ്തൂടെ? ചെയ്തൂടെ? മരിക്കണ കാലത്തോളം ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നവർ കൈവക്ക്. മരിക്കണ കാലത്തോളം. അൽഹംദുലില്ലാഹ് ഇന്നത്തെ വഅദ് കൊണ്ട് കബൂലായി. സുഖയില്ലെങ്കിലും സംസാരിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടായി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓസിന് വേണ്ട മനുഷ്യന്മാരെ, ഓസിന് വേണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത്, ഒരു ബിസ്മി ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ പഠിക്കുന്നതാ. ഇത് ചെയ്യാമെന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം, മൻ ഹാഫള അലാ സുന്നതി അക്രമഹുല്ലാഹു ബിഅർബഅതി ഷാൽ. അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ 4 പ്രതിഫലം തരും, മരണശേഷം 2 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ കൈവൊക്കിയവർക്ക് അള്ളാഹ് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. ഈ കൈവൊക്കിയവർക്ക് ദുനിയാവിൽ 4 പ്രതിഫലം, 2 പ്രതിഫലം മരണത്തിന് ശേഷം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇരിക്കൂലേ? നിങ്ങൾക്ക് ബോറടിച്ച വഅദ് പ്രതീക്ഷിച്ച് വന്നിട്ട് ഇയാൾ എന്തേടാ വന്നിരുന്നിട്ട് ക്ലാസ് എടുക്കണേ? കുഴപ്പമൊന്നുമില്ല, വഅദ് ഇത്തിരി കഴിഞ്ഞ് കേൾക്കാം. ഇപ്പൊ ക്ലാസ് ഇൻഷാ അല്ലാഹ്. ഇരിക്കൂലേ? ബോറടിക്കണുണ്ടാ? ആ കണ്ടാ, വാപ്പാക്ക് ദലീമുണ്ട്. പോയിട്ട് എന്ത് ചെയ്യാനാ? വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായീൽ പൊക്കും, അതിലാർക്കും സംശയമില്ലല്ലോ. എടാ നിനക്ക് വേണമെങ്കിൽ നീ കൈപൊക്കില്ലെങ്കിൽ പൊക്കണ്ട. ആര് പൊക്കും? ഇവിടെ എല്ലാവർക്കും അറിയാം. നിരീശ്വരവാദികൾ പോലും വിശ്വസിക്കുന്ന കാര്യവാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഒരു ദിവസം മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ ചങ്ങാതി ഈ റോഡിൽ നിൽക്കുന്ന ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ മരിക്കുമെന്ന്? അറിയാം, എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്. അവരുടെ ആഗ്രഹവും സ്വർഗത്തിൽ പോകാൻ, നമ്മുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകാം. എന്നിട്ടൊന്ന് കയറിയിരിക്കാൻ പറയുമ്പോൾ കയറിയിരിക്കാനുള്ള മനസ്സ് പോലും ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്, ഞാൻ ഇവിടെ ഇരിക്കണുണ്ടില്ലേ? ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. എന്തേന്നറിയോ? ഞാൻ ഇപ്പോഴങ്ങും മരിക്കില്ല ഉസ്താദേ. അതാ എല്ലാവരുടെയും പ്രായമായ 99 വയസ്സുള്ള വാപ്പയും ഉമ്മയും പറയണ ഞാൻ ഇപ്പോഴങ്ങും മരിക്കൂല, ഒരുപാട് കാലം ജീവിക്കുന്ന നമ്മൾ കരുതുന്നത്. ആരാ പറഞ്ഞേ? ഇവിടുന്ന് വീടെത്തുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ റോഡിൽ നിൽക്കണതും ഈ സദസ്സിൽ നിൽക്കണ എല്ലാവരും കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മരണം, അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ മരണം, നിങ്ങൾക്ക്, നാട്ടുകാർക്കല്ല, എനിക്ക്, നിങ്ങൾക്ക് പോകാൻ സമയമായോ എന്നറിയാൻ എത്ര അടയാളം? എത്ര അടയാളം? ഉറക്കെ പറ, എത്ര അടയാളം? 3 അടയാളം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. എടാ, മരിക്കാൻ സമയമായോ എന്നറിയാനുള്ള 3 അടയാളം പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ?
വേണം. ഉള്ള സന്തോഷം പോകും, ഈ ചിരിയൊക്കെ അങ്ങ് മാറും. ഈ 3 അടയാളം പറഞ്ഞു കഴിയുമ്പോൾ ഈ കാണുന്ന സന്തോഷമൊക്കെ ഉറപ്പായി നിന്റെ കാര്യത്തിൽ തീരുമാനമായി. പറയണോ വേണ്ടേ? വേണോ? പറഞ്ഞു തരാം. നാളെ രാവിലെ വണ്ടൂര് പോകണം. വണ്ടൂരല്ലേ അടുത്ത്? എവിടെ ഉള്ള? രാവിലെ പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി വാങ്ങിച്ചോണം കേട്ടോ. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നേരം വെളുത്ത ഭാഗ്യം. വീട്ടിൽ പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് അള്ളാഹു ആയുസ് തന്നാൽ കടയിൽ പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നീ വാങ്ങണം. കടം വല്ലതും വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോണം. പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചോണം. പറ്റുമെങ്കിൽ പള്ളിയിൽ പോയിട്ട് നിനക്ക് നീ തന്നെ ഒരു കബർ കുഴിച്ചിട്ടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം നേരെ ഇരുന്ന് എല്ലാവരും മരണത്തിൻ്റെ അടയാളം പറയാൻ പോണേ. നാളെ ഇതേ സമയം കബറിനകത്തായിരിക്കുമല്ലോ. അപ്പം നേരെ ചൊവ്വ കടപ്പുറത്തിരിക്കണവരിയ്ക്കാതെ നേരെ ഇരിക്കും. ഒന്നാമത്തെ അടയാളം ബയാലു ശഅരിക ബഅദ സവാദിഹി. ഈ തലയിലൊക്കെ തൊപ്പിയിട്ടിരിക്കുന്ന കാക്കമാരൊക്കെ ഉണ്ടല്ലോ, താത്താമാരൊക്കെ, നിങ്ങളുടെ തലയിലും താടിയിലും നോക്കുക. ഈ കാണുന്ന കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും വാപ്പ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ അടയാളം എന്താ? തലയിലും താടിയിലും നല്ലതുപോലെ നോക്കിക്കും. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അപ്പം നിന്നെ പൊതിയാനുള്ള തുണി നീ തന്നെ വാങ്ങി വെച്ചോണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് വെട്ടിക്കളഞ്ഞാലും വടിച്ചു കളഞ്ഞാലും പെയിന്റ് അടിച്ച് കളഞ്ഞാലും അടയാളം തന്നെയാണ്. മുടി നരയ്ക്കുക എന്നത് മരണത്തിന്റെ അടയാളമാണ്. 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ. അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും? എല്ലാവർക്കും ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്. പ്രഷറോ കൊളസ്ട്രോളോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുള്ളവരുണ്ട്. എന്നാ മനസ്സിലാക്കോ, പടച്ചനെ ഇത് പോകാനുള്ളതിൻ്റെ അടയാളം. മൂന്നാമത്തെ അടയാളം പഴയ ആരോഗ്യം ആർക്കെങ്കിലും ഉണ്ടോ? പഴയതുപോലെ ഓടാനും ചാടാനൊക്കെ പറ്റുമോ നിങ്ങൾക്ക്? വയ്യസ്താതെ സുജൂദ് പോലും ചെയ്യാൻ വയ്യ ഇരുന്നാ അല്ലേ? അത് നിന്റെ യാത്രയുടെ അടയാളമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം റോഡിൽ നിൽക്കുന്നവർക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. വേണമെങ്കിൽ നന്നായിക്കോ, യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ഇനി ചെറുപ്പക്കാരൊക്കെ പുറത്തു നിന്ന് ചിരിക്കുന്ന, സിറാജ് ഉസ്താദെ നിങ്ങൾ പറഞ്ഞ 3 അടയാളവും എനിക്കില്ല. എടാ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടാ, അതും കൂടെ ഉണ്ട്. ഈ അടയാളങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ ബൈക്ക് എടുത്തിട്ട് പായും, വൈകിട്ട് പെട്ടി കൊണ്ടുവന്ന് വീടിൻ്റെ അകത്ത് വെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരൊറ്റ സുന്നത്ത്, ബിസ്മില്ലാ എന്ന് പറയൽ പ്രവാചകന്റെ സുന്നത്താണ്. ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് തീരുമാനിച്ച നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, എല്ലാവർക്കും പബ്ലിസിറ്റി വല്ലാത്ത ഇഷ്ടമാണ്. നാട്ടുകാരെ ബഹുമാനിക്കണം, കാണുന്നവര് മുഴുവനും ആദരിക്കണം. അതിനാണ് സ്വന്തമായിട്ട് പള്ളി കെട്ടി കൊടുക്കണേ. ചിലര് വയൽ നടത്താറുണ്ട്, സ്വന്തം ചെയ്തിട്ട് ഫ്ലെക്സ് അടിച്ച് വെക്കാറുണ്ട്. പൊതുവേദിയിൽ ലക്ഷങ്ങൾ വാരി ചിലവഴിക്കുന്നവരുണ്ട്. എല്ലാം പബ്ലിസിറ്റി എല്ലാവർക്കും വേണ്ട. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 നയാ പൈസ ഇല്ലാതെ പബ്ലിസിറ്റി കിട്ടുന്നൊരു കാര്യം പറയാം. നാട്ടുകാര് മുഴുവനും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ സുന്നത്ത് ആരെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, പള്ളിയിലെ ഉസ്താദന്മാർ, ആലിമീങ്ങൾ, മഹാന്മാർ, സയ്യിദന്മാർ, അള്ളാഹുവെ ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർ, തറാവീഹ് തസ്ബീഹ് നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊരു സ്ഥാനം അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു രൂപ പോലും ചെലവാക്കണ്ട. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ട് ജീവിച്ച അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ എല്ലാവരും ബഹുമാനിക്കും, നിന്നെ എല്ലാവരും ആദരിക്കും, എല്ലാവരുടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്ക് അള്ളാഹു ഒരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, നീ അള്ളാനെ അല്ലാതെ ഈ ലോകത്ത് ആരെയും ഭയപ്പെടണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ലോകത്ത് ഒരാളെയും ഭയപ്പെടണ്ട, എല്ലാവരും നിന്നെ ഭയപ്പെടും. ഇപ്പൊ ഏക സിവിൽ കോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മളെന്തിനാ ചർച്ച ചെയ്യണേ? ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഓലപ്പാമ്പിനെ കാണിച്ചാൽ നമുക്കിവിടെ എന്താ? ഏക സിവിൽ കോഡെങ്കിൽ വരട്ടെ, നമുക്കെന്താ?
കരിച്ചാലെന്തേ, പൊരിച്ചാലെന്തേ, വറുത്താലെന്തേ, നമുക്കിവിടെ എന്തിപ്പാ? ബാങ്ക് ഇക്കാമത്തും കൊടുത്തു വെച്ചിരിക്കുന്നു, ഇനി കുളിപ്പിച്ചു പള്ളിയിൽ കൊണ്ട് കടത്താനിരിക്കണം, നമുക്കെന്ത് എന്ത് കോട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച നിന്നെക്കാളും കഴിവുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, അധികാരമുള്ളവനാകട്ടെ, എടാ നിന്റെ മുന്നിൽ അവൻ്റെ മുട്ടിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തന്നതാ? മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനായ സഹാബിയ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഹജ്ജാജ് പറഞ്ഞു, എനിക്ക് കൊല്ലണം, എനിക്ക് കൊല്ലണം, ഇവന്റെ തല എനിക്ക് വെട്ടണം. അള്ളാഹുവെ പിടിച്ചുകൊണ്ടുവന്നിട്ട് കിടത്തി, കയ്യും കാലും കെട്ടി, എന്നിട്ട് കഴുത്തു വെട്ടുന്നതിന് വേണ്ടി വാളിങ്ങനെ ഉയർത്തുമ്പോ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, വജ്ജഹതു വജ്ഹി ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള്. അവിടുന്ന് കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ച് ഹജ്ജാജിന്റെ അവിടുന്ന് തലതിരിച്ചു വെച്ചിട്ട് അവിടുന്ന് വജ്ജഹത്ത് പറഞ്ഞിട്ട് ഹജ്ജാജിനോട് പറയാ, ചിരിക്ക, എന്നെ കൊല്ലാൻ പോയല്ലേടാ, ചിരിക്ക. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, നീ കിബിലയുടെ നേരെ കിടന്ന് മരിക്കണ്ടടാ, തല പിടിച്ച് തിരിച്ചിട്ടിട്ട് വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചിരിക്ക. എന്തിനാ ചിരിക്കുന്നേ? എടാ വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, എടാ കിഴക്കും പടിഞ്ഞാറ് അള്ളാനുള്ളതാ, നീ തലതിരിച്ചിട്ടിട്ട് എനിക്കിവിടെ ഒന്നും ഇല്ല. ഹജ്ജാജിന് ദേഷ്യം വന്നു. തലപിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് പിരടി വെട്ടാൻ വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും മണ്ണി കിടന്നുകൊണ്ട് പറയാ, മണ്ണി താഴ്ത്തി വെക്കുകയാണോടാ? എടാ മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. അല്ലാഹ് എന്നെ മണ്ണീന്നാ സൃഷ്ടിച്ചേ, ഈ മണ്ണിലേക്ക് തന്നെയാ മടക്കണേ, എനിക്കൊന്നും ഇല്ലടാ. ഹജ്ജാജിന് ദേഷ്യം വന്നു. പിടിച്ചു മലർത്തി കിടത്തി കഴുത്തിലേക്ക് വെട്ടാൻ വാളുയർത്തുമ്പോ ആകാശത്തേക്ക് നോക്കി കിടന്നിട്ട് പറഞ്ഞു, ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാ മോനെ. എടാ വെട്ടിക്കൊല്ലാൻ പോകുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചങ്കൂറ്റത്തോടെ ഇത് പറയാനുള്ള ഒരു ധൈര്യം അള്ളാഹു കൊടുക്കാനുള്ള കാരണം പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ റബീഅ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിച്ചു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. എല്ലാ നേതാക്കന്മാരും ഭക്ഷണം കഴിക്കാനിരുന്നു. റബീഅ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിക്കുമ്പോൾ തന്റെ കയ്യിൽ നിന്നൊരൽപ്പം ഭക്ഷണം അറിയാതെ താഴെ വീണ ഭക്ഷണം എടുത്ത് വൃത്തിയാക്കി കഴിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താ. റബീഅ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ ഭക്ഷണം എടുത്ത്, പടച്ചവനെ, ആ ഭക്ഷണം എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് വാരി കഴിക്കുമ്പോ മുന്നിലിരിക്കുന്ന രാജാക്കന്മാര് ചോദിച്ചു, എന്തിനാടാ എച്ചില് വാരി തിന്നുന്നേ? ദാരിദ്ര്യം നീ എന്തിനാ കാണിക്കണേ? അതൊക്കെ നിന്റെ മുഹമ്മദിന്റെ നാട്ടിലല്ലേടാ. ഈ ഇരിക്കണ ഭക്ഷണം മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ വളരെ നിസ്സാരമായി പുച്ഛിച്ചു തള്ളിയപ്പോൾ സഹാബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എടാ പമ്പര വിഡ്ഢികളെ, നിനക്കൊക്കെ വേണ്ടി എൻ്റെ നേതാവിൻ്റെ സുന്നത്ത് കളയാനോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹുവെ നിനക്ക് നിന്റെ ശത്രുക്കൾക്ക് അള്ളാഹു നിന്നെ കുറിച്ചുള്ള ഭയം അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരുന്ന് കൈപൊക്കിയ വാപ്പമാർ, ഈ സദസ്സിലിരുന്ന് കൈപൊക്കിയ ഉമ്മമാർ, അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, മരിക്കണ കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി യാചിക്കേണ്ട ഗതികേട് അള്ളാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈ പൊക്കാത്തവൻ കരയും. നാളെ പടച്ചർ മരിക്കുന്ന കാലം വരെ ഈ കൈ പൊക്കിയ ഒരാളുടെ മുന്നിലും പോയിട്ട് കുടുംബത്തെ പോറ്റാൻ എന്തെങ്കിലും താന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ അള്ളാഹു തരില്ല. അള്ളാഹു നിന്റെ റിസ്ക്കിൽ വിശാലത നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നിന്റെ റിസ്ക്കിൽ വിശാലത നൽകും. നാലാമത്തെ പ്രതിഫലം ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചരിത്രത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ, അള്ളാഹുവെ പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറ് കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്ന് പറഞ്ഞ ഈ സഹാബിയുടെ ചരിത്രം കേൾക്കുമ്പോൾ കൊതി തോന്നാറുണ്ട്. എന്ത് ഈമാനാ പടച്ചവനെ!
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അള്ളാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു പ്രലോഭനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു പണത്തിനും ഒരു ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അള്ളാഹു നമുക്ക് തരും. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മ, നീ നിന്റെ പെൺമക്കൾക്ക് പ്രവാചകന്റെ ജീവിതം പഠിപ്പിച്ചു കൊടുക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. കണ്ടവന്റെ കൂടെ ഒളിച്ചോടൂല. ഏതെങ്കിലും അമുസ്ലിമായ ഒരു സഹോദരൻ വന്ന് പ്രേമിക്കുമ്പോ വാടി എന്ന് പറയുമ്പോ, പെറ്റ തള്ള എനിക്ക് വേണ്ട, എനിക്ക് ദീൻ വേണ്ട, എനിക്ക് അള്ളയെ വേണ്ട, എനിക്ക് റസൂലിനെ വേണ്ട, ഇവനെ മതി എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്ന ഈ കാലഘട്ടം, പ്രവാചകന്റെ സുന്നത്ത് നിന്റെ പൊന്നുമോക്ക് പഠിപ്പിച്ചു കൊടുത്ത, തലമറച്ച, ഫർദ ധരിപ്പിച്ച സുന്നത്തായ ജീവിതം, പ്രവാചകന്റെ ജീവിതം നിന്റെ പൊന്നുമോക്ക് പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിക്കുമ്പോ നിന്റെ മോൾ ഓടൂല. അവൾ പറയും, എനിക്ക് അള്ളാഹിനെ പേടിയാ, എനിക്ക് ദീനാ വേണ്ടത്, എനിക്ക് എന്റെ മുത്ത് നബിയാ വേണ്ടത്, എനിക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയ, പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത, ഈ നാവ് കൊണ്ട് സ്വലാത്ത് പറഞ്ഞ് എനിക്ക് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് പറയുന്ന മക്കളെ അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വാപ്പ, എല്ലാവരും വിചാരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. എല്ലാവരും നിസാരമായിട്ട് അത് കാണുന്ന, എന്നെ കൊണ്ട് പറ്റൂന്നാ വിചാരിക്കണേ. കാരണം നിന്റെ നെറ്റിക്ക് തഴമ്പുണ്ട്, നിനക്ക് താടിയുണ്ട്, നീ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വയലിന്റെ സദസ്സിൽ പോകുന്നുണ്ട്, പള്ളിയിൽ ഇമാമത്ത് നിൽക്കാറുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നീ വിചാരിക്കുന്നത് മരിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് ഇത് പറയാൻ പറ്റും. ഇല്ല വാപ്പ. ആരാ പറഞ്ഞ മരിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് ഈ ദിക്ർ പറയാൻ കഴിയുമെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന് നിനക്ക് ആർക്കാ ഉറപ്പുണ്ടായിരുന്നേ? ഈ ലോകത്ത് ആർക്കാ അതിനുള്ള ഉറപ്പുണ്ടായിരുന്നേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീലല്ലേ? ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊരു പള്ളി കെട്ടി. ഈ പള്ളി കെട്ടിയിട്ട് എന്താ ദുആ ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന്. ഇബ്രാഹിം നബി പോലും പരിശുദ്ധമായ കഅബാലയം പണിതിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ചു പുറകിലിരുത്തിയിട്ട് എന്തേ ദുആ ചെയ്യുന്നറിയോ? അള്ളാഹുവേ, ഈ സൽക്കർമ്മത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബി ദുആ ചെയ്തത് അങ്ങനെ. ഖുർആൻ എടുത്തു നോക്കി, യൂസുഫ് നബി അലൈഹിസ്സലാം, റബ്ബിക ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിനത് തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമ. യൂസുഫ് നബി ദുആ ചെയ്ത അങ്ങനെ, അല്ലാഹ്, എനിക്ക് ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ അല്ലാഹ്. എന്തിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞത്, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹുവേ, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മരണം കിട്ടുക, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാ, എല്ലാവരും തോറ്റുപോയത് അവിടെ വാപ്പ. എത്രയോ കൊലകൊമ്പന്മാര്, എത്രയോ സഹാബികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിക്കുമ്പോൾ പുറകിൽ നിന്ന് നിസ്കരിച്ച പ്രവാചകനെ കണ്ട, കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത എത്രയോ സഹാബികൾ കാഫിറായി മരിച്ചുപോയി വാപ്പ. എത്രയോ വലിയ വലിയ വ്യക്തികൾ, അല്ലാഹുവേ, ദുആയ്ക്ക് പോലും ഇജാബത്തുള്ള ആൾക്കാർ പോലും കാഫിറായി ചത്തുപോയ ചരിത്രം ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് വേണ്ട. മരിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയുമെന്ന് ഉറപ്പിക്കണ്ട, പ്രതീക്ഷ വെക്കാനേ നമുക്ക് കഴിയൂ. കാരണം നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസാരമല്ല, നിസാരമല്ല ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മളെ കൊണ്ട്. കാരണം വല്ലാത്ത ഭയാനകമായ ഒരു അവസ്ഥയാ ആ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥ. ഇന്നലെയും ഞാൻ കണ്ടതാ. ഇന്നലെയും ഒരു പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന രംഗം ഞാൻ കണ്ടതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു. 5 നേരം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയമുള്ള മനുഷ്യൻ പടച്ചവനെ തനിക്ക് പൊതിയാനുള്ള കഫൻ തുണി ഭാര്യയുടെ കയ്യിൽ വാങ്ങിക്കൊടുത്തു.
വാപ്പ മരിക്കുന്നതിന് മുമ്പ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം തൻ്റെ കരളിലും തൻ്റെ കിഡ്നിയിലും തൻ്റെ തലച്ചോറിൽ വരെ ബാധിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് കഫൻ തുണി വാങ്ങിവെച്ചു. തൻ്റെ മക്കൾക്ക് വേണ്ടത് മുഴുവനും എഴുതി കൊടുത്തു. എന്തിന്? മയ്യത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള പൈസ തൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് വേണ്ടി ആരും പൈസ ചെലവാക്കണ്ട, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യൻ അള്ളാഹുബെ ഇന്ന് രാവിലെ 11 മണിക്ക് 6 മണ്ണിലേക്ക് ആ ജനാസ കൊണ്ടിറക്കി വെച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം വല്ലാത്തതാ. ആ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വലിയ പാടാ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇടതുഭാഗത്ത് ശൈത്താൻ വരും നിന്റെ വാപ്പാന്റെ രൂപത്തിൽ, നിന്റെ ഉമ്മയുടെ രൂപത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇഷ്ടപ്പെട്ടവർ മരിച്ചുപോയവരുടെ കൂടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് അടുത്ത് ഇടത് ചെവിയുടെ അടുക്ക വന്നിരുന്നിട്ട് പറയും, വാപ്പയാടാ പറയണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്, കുടിക്കാൻ വെള്ളം തരാം മോനെ. അപ്പയാ പറയണേ, ഉമ്മയാ പറയണേ. ആ സമയത്ത് അവന്റെ ചതിയിൽ പെട്ടുപോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആ സമയത്ത് നിനക്ക് അള്ളാഹു ഒരു ഈമാൻ തരണമെങ്കിൽ, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യം എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രയ്ക്കും ഭയാനകമായ ഒരു സാഹചര്യം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ സമയത്താണ് പലരും മലമൂത്ര വിസർജനം നടത്തിപ്പോകുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, ഉസ്താദ് പ്രസവ വേദന മരണവേദനയാ. ആരാ പറഞ്ഞേ? പ്രസവ വേദന മരണവേദനയാണെന്ന് ആരാ പെണ്ണ പറഞ്ഞേ? അന്നൊരു വേദനയല്ലുമ്മ, അതൊക്കെ ചുമ്മാതെ ഇങ്ങനെ ഒരു ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. മരണവേദനയോട് നീ ആ വേദനയെ ഒരിക്കലും നീ ചേർക്കരുത്. മരണവേദനയല്ല. മരണവേദന എന്തെന്നറിയോ? മരണവേദന എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് റൂഹ് പിടിക്കുന്ന ഭയാനകമായ ഒരു അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞുപോയി. എന്തേ പറഞ്ഞേ? ഇന്നലിൽ മൗത്തിൽ സക്കറ, മരണത്തിന് വല്ലാത്ത വേദന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയാലും അത് നമ്മൾ പാഴാക്കി കളയുന്നവരാ. അള്ളാഹു എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയാലും എന്തൊക്കെ നമ്മൾ ഏറ്റവും മരണമൊന്നുമല്ല വേദന, മരണമൊന്നുമല്ല വേദന. ഏറ്റവും വലിയ വേദന മരണവേദനയ്ക്ക് മുമ്പ് ചില വേദനകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരണവേദനയ്ക്ക് മുമ്പുള്ള വേദന എന്തെന്നറിയോ? എന്ത് നല്ല കാര്യത്തിന് ചോദിച്ചാലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ട്, കൊടുക്കൂല. അത് പള്ളിക്കാണെങ്കിലും മദ്രസയ്ക്കാണെങ്കിലും പാവപ്പെട്ടവർക്കാണെങ്കിലും യതീമീങ്ങൾക്കാണെങ്കിലും ആർക്ക് വേണ്ടി ചോദിച്ചാലും കൊടുക്കൂല. വാരി കൂട്ടി വെച്ചിരിക്കും. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, നിന്റെ മരണത്തിന് തൊട്ട് മുമ്പത്തെ സമയം, നിന്റെ സമ്പാദ്യം മുഴുവനും ഈ ലോകത്ത് എവിടെ കിടക്കുന്നതാണെങ്കിലും നിന്റെ മുന്നിൽ കൊണ്ടുവരും അല്ലാഹ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഈ ലോകത്ത് എവിടെ കിടക്കുന്ന നിന്റെ സ്വത്താണെങ്കിലും നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവരും. നിന്റെ മക്കളെ കൊണ്ടുവരും. ഗൾഫിൽ കിടക്കുന്നവനാകട്ടെ, എവിടെ കിടക്കുന്നവനാണെങ്കിലും നിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്റെ മക്കളെ മുഴുവനും കൊണ്ടുവരും. ആ സമയത്ത് പടച്ചവനെ, ഞാൻ മരിക്കാൻ പോകുകയാണല്ലോ, ഈ പൈസ ഒന്നും ഞാൻ കൊണ്ടുപോകില്ലല്ലോ, എനിക്കിതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. അള്ളാഹുവേ പടച്ചവനെ, വാപ്പ മക്കളോട് ചോദിക്കും, മോനെ വാപ്പായ്ക്ക് വേണ്ടി എന്ത് ചെയ്യോടാ? വാപ്പ പോവാ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യോടാ? മക്കള് പറയും, വാപ്പ ഒരു കുഴിയും എടുത്തു തരാം, 3 കഷ്ണം തുണിയും വാങ്ങിത്തരാം. നീ ഇത്രയും കൊല്ലം പോറ്റി വളർത്തിയ നിന്റെ മക്കള് പൈസ എടുത്ത് വലുത്. നിന്റെ മക്കൾ ആ സമയത്ത് പറയുന്ന ഒരു രംഗണ്ട്, നെഞ്ചു പൊട്ടിപ്പോകും മനുഷ്യ. വാപ്പ മരിക്കാൻ പോവാടാ, ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും ഞാൻ കൊണ്ടുപോകില്ല എന്ന് തിരിച്ചറിഞ്ഞു. നിന്നെ ഏൽപ്പിക്കാൻ പോകുക. ഈ വാപ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നീ പോറ്റി വളർത്തിയ നിന്റെ മക്കളോട് ചോദിക്കുമ്പോ മക്കള് പറയും, വാപ്പ പള്ളിയിലൊരു കുഴിയും വെട്ടിത്തരാം, 2 വാപ്പായ്ക്ക് പൊതിയാനുള്ള 3 തുണിയും ഞങ്ങൾ വാങ്ങിത്തരാം. അള്ളാഹു നമുക്ക് ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. മരിക്കുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടേ? മരിക്കുന്ന സമയത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കരുതി വെക്കണം. ആരും വരാറില്ല, ഭാര്യയില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, കൂടപ്പുറപ്പില്ല, ആരുമില്ല. നീ ഒറ്റയ്ക്ക് പോയി പള്ളിക്കാട്ടി കിടക്കണ്ടവനാ. അതുകൊണ്ട് പോകുന്ന സമയം അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ സംഘാടകർ ബക്കറ്റ് എടുത്തു. കറക്റ്റ് സമയത്ത് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഈ ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സദക്ക ഇടുമ്പോ
നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ടത്, പടച്ചവനെ എൻ്റെ മരണസമയത്ത് നീ എന്നോട് കരുണ കാണിക്കണം തമ്പുരാനെ. എൻ്റെ മരണസമയത്ത് പടച്ചവനെ നീ എന്നോട് കരുണ കാണിക്കണം. അള്ളാഹുവെ നീ എന്നോട് ദയ കാണിക്കണം. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എൻ്റെ നാവിന് നീ ശക്തി തരണേ എന്ന ഒരു നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സ്വതക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അള്ളാഹുവെ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആര് പറഞ്ഞു തന്നാലും അത് പറയാനുള്ള ശക്തി എനിക്ക് കിട്ടണമെങ്കിൽ, അത് പറയാനുള്ള ഓർമ്മ എനിക്ക് കിട്ടണമെങ്കിൽ, എൻ്റെ നാവ് പൊക്കിയിട്ട് പറയണമെങ്കിൽ അള്ളാഹുവെ നീ കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ എനിക്കൊരു ഭാഗ്യം തരണേ എന്ന ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ട് അല്ലാഹു നിങ്ങൾക്ക് തോന്നൽ തരുന്നുണ്ടെങ്കിൽ ഒരു നല്ല സദഖ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു, കരുണക്കടലായ അല്ലാഹ് ഇവരുടെ ആക്കിബത്ത് നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ അല്ലാഹുവേ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ. എന്താ പുസ്തകം വന്നോ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് അതിനകത്തൊരു സദഖ ഇട്ടോ. പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു 10 രൂപ ഇട്ടാലും ഒരു 10 പൈസ ഇട്ടാലും നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം, നീ മരിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ ഈ ബക്കറ്റിന്റെ അകത്ത് ആരെല്ലാം പൈസ ഇട്ടിട്ടുണ്ടോ ആ പൈസ ഇടുന്നവൻ മരിക്കുന്ന സമയത്ത് കാണും. ജന്ന, നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടിങ്ങനെ കാണിച്ചു തരും സ്വർഗവിതാടാ. അള്ളാഹുവിന്റെ പള്ളി, ആ പള്ളിക്കകത്ത് കാക്കയും പൂച്ചയും വന്യമൃഗങ്ങളും മൃഗങ്ങളും മുഴുവനും കയറിയിറങ്ങി നടക്ക. അള്ളാന്റെ പള്ളിക്കകത്ത് സ്ഥലമില്ല, ചുറ്റുമതിൽ കെട്ടിയിട്ടില്ല, കിടക്ക. അള്ളാന്റെ വീടിന്റെ അവസ്ഥ ഞാൻ കണ്ടില്ല, ഒരു പറഞ്ഞറിവ്. അള്ളാഹുവിന്റെ പള്ളിയുടെ അവസ്ഥ, നിങ്ങളുടെയൊക്കെ വീട് മതിൽ കെട്ടിയിട്ടില്ലേ? വീട് മതിൽ കെട്ടിയിട്ടില്ലേ? നീ വിചാരിച്ച് ലക്ഷങ്ങൾ മുടക്കി കെട്ടിയിട്ടിരിക്കണം നിന്റെ വീട്ടിന്റെ അകത്താ നിന്നെ കബറടക്കണേ? നിങ്ങളെയൊക്കെ വീട്ടിന് ലക്ഷങ്ങൾ കൊടുത്തുണ്ടാക്കിയിട്ടിരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ അകത്താ കബർ വെട്ടണേ? അല്ല, ഈ ആരും കാണാതെ ഈ മൃഗങ്ങൾ കയറി ഇറങ്ങടക്കണ പള്ളിക്കാട്ടില്ല നിന്നെ കൊണ്ടുവന്നിടുന്നേ. അള്ളാന്റെ വീടിന്റെ അവസ്ഥ ഇത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വരുന്ന വഴിയിലുള്ള ഓരോ കൊട്ടാരങ്ങൾ കണ്ടപ്പോ ഓന്റെ വീടിന്റെ മതിൽ കെട്ടിയ പൈസ മതിയായിരുന്നു ഇതൊക്കെ നന്നാക്കാൻ. ഓരോ വീടിന്റെ ഗേറ്റ് മുടക്കിയ അല്ലെങ്കിൽ മതിൽ കെട്ടിയിരിക്കുന്ന പൈസ മതി അള്ളാഹുവിന്റെ ഭവനങ്ങൾ നേരെ ചൊവ്വാക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്തേ തോന്നാത്തത്? അവസാനം അവിടല്ലേ പോയി കിടക്കണേ, അവിടല്ലേ പോയി കിടക്കണേ. ഈ സദസ്സിരിക്കുന്ന ഓരോ മനുഷ്യനോടും ചോദിക്കട്ടെ, എടാ നീ മരിച്ച നിന്റെ പെണ്ണുമ്പിള്ള എന്താ പറയണേ? നിങ്ങളൊക്കെ മരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ എന്താ പറയണേ? എന്തേ ചിന്തിക്കാത്ത? എന്തിനാ കുറു വയലെന്തിനാ? 2 മണിക്കൂറത്തെ വയലൊന്നും വേണ്ട. ഞാൻ മരിച്ച എന്റെ ഭാര്യ എന്ത് പറഞ്ഞിട്ടാ കരയണേ? അള്ളാഹുവേ എന്റെ 2 മക്കളെ ഇങ്ങനെ ചേർത്ത് വെക്കും. സുമയ്യ സിനാനിനെയും നഈമിനെയും കെട്ടിപ്പിടിച്ചിട്ട് ഓള് കരഞ്ഞിട്ട് പറയാ, അല്ലാ എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാ അല്ലാ ഉള്ളേ? നിന്റെ പെണ്ണുമ്പിള്ള ഇതേ പറയൂ. കാത്തിരുന്നോ കേൾക്കാം. നിങ്ങളുടെ ഭാര്യ ഇത് തന്നെ പറയും. എന്താ പറയണേ? ഇന്നലെ വരെ എനിക്ക് അന്നം തന്ന ഇങ്ങാരി പോയല്ലോ അല്ല, നാളെ മുതൽ ആരാ അല്ല ഇനി എനിക്ക് തരാനുള്ളതെന്ന്. ഇന്നലെ വരെ ഇങ്ങാരാ തന്നിരുന്നത് പോയി, ഇനി എന്റെ മക്കൾക്ക് ചെലവിന് തരാൻ ആരുമില്ലല്ലോ അല്ല. അവൾ അപ്പോഴും അവളുടെ കാര്യം പറയണേ. എന്നാ അവക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അതൊക്കെ അവള് മറന്നു. അപ്പോഴും അവള് സ്വാർത്ഥതയാണ്. അവള് പറയുന്നത് എനിക്കാരുണ്ടെന്നാ. എന്നാ സ്നേഹമുള്ള ഒരു ഭാര്യ പറയേണ്ടത് എന്താ? അള്ളാഹുവേ എന്റെ കാക്കാനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പോവാ. ആരാ അല്ലാ പള്ളിക്കാട്ടി ഇങ്ങാർക്ക് കൂട്ടുള്ളത്? ഇന്ന് വരെ ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ?
ഇന്ന് വരെ നിന്റെ ഭാര്യ പറയോ, നീ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ ഭാര്യ പറയോ, അല്ലാ അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും ഇട്ടിട്ട് പള്ളിക്കാട്ടി പോവാ, എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോകല്ലേക്കാ, ഞാനും വരാം എന്ന് പറയോ? ഇല്ല. പുഴുത്ത് നാറും കൊണ്ട് കുഴിച്ചിടെന്ന് പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദര, എല്ലാവർക്കും അവനവൻ്റെ കാര്യം മതി. ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും വേണ്ടി ജീവിച്ചതൊക്കെ നിർത്തിയിട്ട് നിനക്ക് വേണ്ടി ജീവിക്കും. ഈ വയസ്സാം കാലത്ത് വാപ്പ ഇത്രയും കാലം മക്കളെ കെട്ടിച്ചു, എന്ത് വാപ്പാടെ ഖബർ വിടാന്ന് വെച്ചാൽ ഓനറിയില്ല. നീക്കെങ്ങനെ നമ്മളൊക്കെ ഞാൻ സ്നേഹത്തോടെ, ഞാനാ നിന്റെ മോൻ, യഥാർത്ഥ നിങ്ങളുടെ മകനായിട്ട് ഞാൻ ചോദിക്കാം, പാപ്പ നീ മരിച്ചാ കുളിപ്പിക്കുമോ നിന്റെ മോൻ? നീ ഇത്രയും കൊല്ലം കഷ്ടപ്പെട്ട് വളർത്തിയല്ലോ. നീ ഇന്ന് രാത്രി മരിച്ചുപോയാ നാളെ നിന്റെ മയ്യത്തെടുത്ത് ടാർപ്പ കെട്ടി വീടിന്റെ സൈഡിലെടുത്ത് കുളിപ്പിക്കാൻ ഇടുമ്പോ നിന്റെ മോൻ ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ എന്ന് എന്റെ ഉപ്പാനെ കുളിപ്പിക്കാൻ? ഇത്രയും കാലം പോറ്റി വളർത്തിയ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാരെ തെണ്ടി നടക്കും മക്കള്. പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഇമാമിന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദെ നിങ്ങൾ പുറകെ നിൽക്കും, ഞാൻ നിൽക്കാം. ഇമാമത്ത് പറയോ അപ്പ പറയോ? നിന്റെ മോനുണ്ടല്ലോ ഈ 50 വയസ്സ് 60 വയസ്സ് 3-4 മക്കളെ പറ്റ ഉമ്മ, മോളെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമല്ലോ. ഉമ്മ നിന്റെ മയ്യത്തിന്റെ ചാരത്ത് പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതിയിട്ട് നിന്റെ മോൻ ദുആ ചെയ്യോ? ചിന്തിക്കുന്നേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിനക്ക് ആരുടെ മുന്നിലും തണ്ടാൻ വേണ്ട, ആരുടെ മുന്നിലും യാചിക്കാൻ വയ്യ. വാപ്പ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. പോകുന്നതിന് മുമ്പ് എന്തേ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ വരുമ്പോ പ്രവാചകനെ മറക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീഉൽ അവ്വൽ 11 അന്ന് 63-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 11 അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബോധം കെട്ടി വീടിന്റെ അകത്ത് കിടക്ക. പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടുന്ന് വിളിച്ചു, ആയിഷ ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് ആ ദിർഹം എടുത്തുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോ കരയാ. എന്തേ നബിയെ കരയണേ? ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ. പെട്ടെന്ന് കൊണ്ട് നീ ആർക്കെങ്കിലും സദക്ക കൊടുക്ക്, പെട്ടെന്ന് നീ ആർക്കെങ്കിലും സദക്ക കൊടുക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടന്നപ്പോ വീടിന്റെ വെളിയിൽ ആരോ വന്ന് സലാം പറഞ്ഞു. ഒന്നാമത് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, ഉപ്പ രോഗിയായി കിടക്ക, ഉപ്പ കൊട്ടും വയ്യ, ബോധമില്ലാതെ കിടക്ക, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. രണ്ടാമതും പറഞ്ഞു വിട്ടു. മൂന്നാമതും സലാം പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, വാതിൽ തുറക്കുമോളെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറന്നു. അവസാനം മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് കിടന്ന കിടപ്പിന്ന് ചാടി എഴുന്നേറ്റു. അള്ളാഹുവിന്റെ പ്രവാചകൻ കിടന്നു പിടയുകയാ. വേദന സഹിക്കാൻ കഴിയാതെ റൂഹ് പിടിക്കുന്ന മലക്കിനോട് പോലും ചോദിച്ചു പോയി, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലേ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. എന്തൊരു വേദനയാ അസ്റായിൽ, എന്തൊരു വേദനയാ അസ്റായിൽ, ഒന്ന് പതുക്കെ പിടിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ കരഞ്ഞുകൊണ്ട് പറയാ, ഒന്ന് പതുക്കെ പിടിക്കാൻ. അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, നബിയേ നിനക്ക് ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ അറിയില്ല നബിയേ. കരയാ, ആ മലക്ക് പോലും കരയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞ് അവസാനം തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ട് ലോകത്തോട് യാത്രയാകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂല പറഞ്ഞത്, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറ. വാപ്പ, മരണത്തിനൊരു വേദനയുണ്ട് വാപ്പ, കളിയല്ല വാപ്പ. എത്ര പേരുടെ മയ്യത്ത് നീ കുളിപ്പിച്ചിട്ടുണ്ട്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം, കിടന്ന കിടപ്പിൽ കിടന്നിട്ട് പെണ്ണെ, നീ പ്രസവിച്ചപ്പം മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല, പക്ഷേ മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തും. മൃഗങ്ങൾ കടന്ന് വലിക്കുന്നത് പോലെ വലിച്ചിട്ടാ പലരും മരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.